ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഏമാൻ തന്നെ പറയൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കാരണമാണ് നിനക്കിങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വീട്ടുകാരോട് പറഞ്ഞോ? ഇല്ല ഏമാനെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആളാരെന്ന് പറയാത്തോണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ശാരദ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറെ രൂപ തരാം, അത് കൊണ്ടുപോയി. എനിക്ക് രൂപ വേണ്ട ഏമാനെ, ഒരു ഭർത്താവിന് മതി. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? അത് നടക്കില്ലെന്ന് എനിക്കറിയാം ഏമാനെ. എനിക്ക് പേരിനൊരു ഭർത്താവിന് തന്നാ മതി. ഏത് പുരുഷനായാലും ഞാൻ സ്വീകരിച്ചോളാം. പാല് കച്ചവടം ചെയ്ത് ഞാൻ അയാൾക്കൂടെ ചെലവിന് കൊടുത്തോളാം. ശരി, എന്ത് ക്ലേശം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തും. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് മാത്രം ആരോടും പറയരുത്. ഇല്ലേ മോനെ, മരിക്കുന്നവരെ പറയില്ല. ആരോടും പറയാതെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുക്കും. മിടുക്കനായിട്ട് വളർത്തിയെടുക്കും. ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഞാനന്ന് ചെയ്തത്. അതിനുശേഷം നിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ജയിൽ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് നീ എന്റെ മകനാണെന്ന് മനസ്സിലായത്. ഈ രഹസ്യം നിന്നെ അറിയിക്കാതിരിക്കാനായിരുന്നു എന്റെ ശ്രമം. അറിയിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വരൻ സമ്മതിച്ചില്ല. അപ്പോൾ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതെ മോനെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ അമ്മ. അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മുതൽ നീ പരിപൂർണ സ്വതന്ത്രനാണ്. നിന്നെ തടയാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇല്ല, ഇനി ഞാൻ പോവില്ല. എനിക്കും അച്ഛനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാനും കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനെ അനുസരിക്കാൻ മകനൊരു മോഹം. പറയൂ, അച്ഛന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. മോനെ, അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയൂ. കൊല്ലപ്പെട്ട നിന്റെ ജ്യേഷ്ഠൻ ജയമോഹനെയും നിന്നെയും കണ്ടാൽ ആരും തിരിച്ചറിയില്ല. അവനെ കൊല ചെയ്തവരെ പിടിക്കാൻ വേണ്ടി അവന് പകരം നീ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കണം. അത് ഞാൻ വിഷമിക്കണ്ട. അതിനു വേണ്ട എല്ലാ പരിശീലനങ്ങളും ഞാൻ തരാം.
ഡിയർ മുത്തച്ഛൻ, എല്ലാവരും ഞങ്ങളെ മറന്നോ? ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അച്ഛനും അമ്മയും അവരെ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് അവരൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഞങ്ങൾക്ക് മമ്മയില്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ആരും തിരക്കാത്തത്? ഡാഡിയെ ഇങ്ങോട്ട് വിടാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇതുവരെ വിട്ടില്ലല്ലോ. ഈ വരുന്ന 10-ാം തീയതി ഞങ്ങളുടെ സ്കൂൾ ഡേ ആണ്. അന്ന് ഡാഡിയും മുത്തശ്ശനും ആന്റിയും വരണം. ഞങ്ങൾ കാത്തിരിക്കും എന്ന് മുത്തശ്ശന്റെ ബാബു, മിനി.
എന്താ ജോലി? പാറാവാണ് സാർ. പാറാവുകാരൻ പുറത്ത് കാവൽ നിൽക്കാനാണ് വേണ്ടത്. മേലാ സ്റ്റൂളിട്ടകത്തിരിക്കരുത്. പോണം. ശരി സാർ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു സാർ. സാരമില്ല, മനുഷ്യരല്ലേ, ഉറങ്ങിപ്പോവും. ഈ ബട്ടൺസ് ഒക്കെ ഇട്. ഈ ഫയലുകളൊക്കെ എടുത്ത് അപ്പുറത്തോണ്ട് വയ്ക്കേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന ഫയൽ എന്നാ മതി. മേശപ്പുറം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. പോ. എന്താ? ഉരുളുപുട്ട് കണ്ടിട്ട് വരുന്ന വഴിക്ക് മിനിസ്റ്റർ ടി വിയിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററുടെ വിസിറ്റോ? ഓ, ടി വിയിലല്ലേ? ഓ, വിസിറ്റ് ചെയ്തിട്ട് പോകട്ടെ. അല്ല, അദ്ദേഹം അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോ പോലീസ് ബന്ദോബസ്തിന്റെ കാര്യം? ആഹാരം കഴിക്കുന്നിടത്ത് എന്തിനാണോ പോലീസ് ബന്ദോബസ്ത്? അവര് കഴിക്കുന്നത് എന്താണെന്ന് പൊതുജനം അറിയരുതല്ലോ. എന്നാ അവര് കഴിക്കുന്ന എന്താണെന്ന് പോലീസുകാരും അറിയണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ലേ? എങ്കിൽ പൊയ്ക്കോ. സാരമില്ല. അന്നത്തെ ആക്സിഡന്റിന് ശേഷം ലേശം ഒരു കുഴപ്പമുണ്ട്. അത് കാര്യമാക്കാനില്ല, പെട്ടെന്ന് മാറിക്കൊള്ളൂന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഹലോ. നോ നോ നോ, റോങ് നമ്പർ. ആരാ അത്? ഏതോ ഒരു ലയൻ സി മേനോനാണെന്ന്. സി ജയമോഹൻ അന്വേഷിക്കുന്നു. നിന്റെ പേരിപ്പോ ജയമോഹൻ എന്നല്ലേ? അക്കാര്യം ഞാൻ വിട്ടുപോയി. മേലാൻ ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം, ഞാൻ കടന്നു വരുമ്പോ എഴുന്നേക്കണം. അതെന്തിന്? മേലുദ്യോഗസ്ഥന്മാർ കടന്നു വരുമ്പോ എഴുന്നേക്കുക എന്നുള്ളത് ഒരു ഔദ്യോഗിക മര്യാദയാണ്. അപ്പോ ഫോണും കൊണ്ട് എഴുന്നേക്കണ്ടേ? കീഴുദ്യോഗസ്ഥന്മാർ ഫോൺ ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴൊന്നും മേലുദ്യോഗസ്ഥന്മാർ കടന്നു വന്നുകൂടാ. അതൊരു ഔദ്യോഗിക മര്യാദയാ. ശരി, വരൂ. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇവിടെ എത്ര ഉള്ള പണി? വാ, പറയട്ടെ. ജയമോഹൻ, സിറ്റിയിൽ ഒരു റൗണ്ട് പോയിട്ട് വരൂ. അതെന്തിനാ? നിങ്ങളിപ്പോ സ്പെഷ്യൽ ഡ്യൂട്ടിയിലല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഇപ്പൊ തന്നെ വേഗം. തലയ്ക്കുള്ള മുറിവല്ലേ, ഓർമ്മപ്പശ സംഭവിക്കാം. ഓർമ്മപ്പശയാണെങ്കിൽ സാരമില്ല, മറ്റവനാണെങ്കിൽ കുഴഞ്ഞത് തന്നെ. തോക്കല്ലയോ തൂക്കിയിട്ടിരിക്കുന്നത്. എടുത്തു പെരുമാറാൻ തോന്നിയാൽ പിള്ളാര് വെള്ളത്തിലായത് തന്നെ. ഭഗവാനെ, ഗുരുവായൂരപ്പ. രണ്ടെണ്ണം വരുന്നുണ്ട്. കാണമാകുന്നോ മേലിമോന്നോ എന്റെ കൈകൾ നിന്നെ മുടുമ്പോ.
കനിനോ. നീ വന്നേ. ഞാനോ? ഇറങ്ങി വേണം. എന്താ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ ചുമ്മാ എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് നിന്റെയൊക്കെ വായന? എന്താ ഇവിടെ ഇരുന്നൂടെ? നീ വന്നേ. സാറേതാ? കോർപ്പറേഷൻ ചെയർമാന്റെ മകനാ. അത് ശരി. തന്ത കോർപ്പറേഷൻ ചെയർമാൻ, മകൻ കമ്പിക്കളി. മേല ഇവിടുന്ന് പെമ്പിളാരെ പഞ്ചായത്ത് അടിക്കുന്നുണ്ടാൻ ഇടിച്ചാൽ കൂമ്പളിക്കളെ. ഇരിക്കിരിക്കെ മിസ് മേനൻ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നുടനെ വത്സല കാപ്പി തന്നു. ഒന്നാം തരം കാപ്പി. അല്ല, ജയ മിസ് മേനനെ ഓർമ്മിക്കുന്നില്ലേ? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ജയമോഹൻ ചാർജ് എടുത്തു എന്നറിഞ്ഞു. എങ്കിലൊന്ന് അഭിനന്ദിക്കാമെന്ന് കരുതി. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അല്ല, ആക്സിഡന്റ്? ആക്സിഡന്റോ? ഓ, ആക്സിഡന്റ്. അതൊക്കെ കഴിഞ്ഞില്ലേ? വിവരം അറിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മദ്രാസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവിടെ കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വാസ്തവം വാസ്തവം. എല്ലാം ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജയ, മരുന്ന് കഴിക്കേണ്ട സമയമായി. ആക്സിഡന്റിന് ശേഷം മിസ്റ്റർ ജയമോഹൻ എന്തെങ്കിലും? ഓർമ്മ ശരിയല്ല. പഴയ കാര്യങ്ങൾ പലതും പറഞ്ഞാലേ ഓർമ്മിക്കും. എനിക്കും അത് തോന്നി. ഒരു മാസം കൂടെ മരുന്ന് കഴിക്കുമ്പോ എല്ലാം ശരിയാവും. മരണത്തെ നല്ലേ തിരിച്ചു കൊണ്ടുവന്നത്. ഏതായാലും അതൊരു ഭയങ്കര സംഭവമായി പോയി. ആ ലോറി ആരുടേതാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഒരു പിടിയുമില്ല. എന്തായാലും കൊല്ലണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. ആയിരിക്കണമല്ലോ. മിസ്റ്റർ ജയമോഹൻ ഇവിടെ ശത്രുക്കളായി ആരൊക്കെയാ ഉള്ളത്? അതിപ്പോ എങ്ങനെയാ അറിയുന്നത്? ആരായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ എന്താ അർത്ഥം? യു ആർ കറക്റ്റ്. എന്നാ ഇറങ്ങട്ടെ. പിന്നെ എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഡോണ്ട് ഹെസിറ്റേറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. മോളെ വത്സലേ, കഴിഞ്ഞ വർഷം 90 വയസ്സായ ഒരു കിളവിയെ ബലാത്സംഗം ചെയ്ത ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അവൻ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. പിന്നെ ആ 9 വയസ്സായ കൊച്ചു സാർ ധൈര്യമായിട്ടിരിക്കും. ഇയാളാരാ? നമ്മുടെ സ്ഥലം MLA അദ്ദേഹത്തിന്റെ സ്വന്തം അളിയനാ. അളിയൻ എന്തിനാ ഇവിടെ വന്നു? അറസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുക. ആ ബലാത്സംഗ കേസിലെ പ്രതിയാ. ഓ, ആ 9 വയസ്സുള്ള പെൺകുട്ടിയെ? ഉത്തരവ്. ഓഹോ, നീ ആയിരുന്നു അല്ലേടാ? ജീവിച്ചിരിക്കാൻ പാടില്ല. സാർ, എന്താണോ? MLA-യുടെ അതിന് ബലാത്സംഗം ചെയ്യാൻ ലൈസൻസ് ഉണ്ടോ? അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നാൽ ലോക്കപ്പ് ആയിരിക്കാൻ നിയമമുണ്ടോ? ഇല്ല സാർ. പിന്നെ ഒരു കൈപ്പഴ പറ്റിപ്പോയതാ സാർ. നമസ്കാരം. നിന്നെ ലോക്കപ്പ് ചെയ്തു? ഒരുപാട് തല്ലുകയും ചെയ്തു. ഇടോ, അയലകത്തുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയൂ. പറയാം. സാർ, 2-3 നേതാക്കന്മാര് വന്ന് നിൽക്കുന്നു. MLA-യുടെ ആൾക്കാരാ. MLA ഉണ്ടോ? ഇല്ല സാർ. ബലാത്സംഗക്കാരന് വേണ്ടി വന്നതായിരിക്കും. വരാൻ പറ. സാർ, പിന്നെ അകത്തോട്ട് ചെന്നാട്ടെ. ആരാ? മനസ്സിലായില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരാണ്. സ്ഥലം MLA പറഞ്ഞിട്ട് വന്നതാണ്. വിശേഷിച്ച് എന്താണോ? ഇവർക്ക് ഇരിക്കാൻ വേണ്ട. നേതാക്കന്മാർക്കൊന്നും ഇരിക്കാൻ സമയം കാണത്തില്ല. കൊണ്ടുവരോ?
ഞങ്ങളൊക്കെ സാധാരണ ഇവിടെ വന്നാൽ ഇരിക്കാൻ കസേര തരാറുള്ളതാണ്. അത് നിർത്തി. നേതാക്കന്മാർ ഇരുന്നിരുന്ന് ആ കസേരയൊക്കെ ഒടിഞ്ഞുപോയി. വന്ന കാര്യം പറയണം. MLA യുടെ അളിയനെ ഇവിടെ കൊണ്ടുവന്ന് മർദ്ദിച്ച ശേഷം ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇറക്കിക്കൊണ്ട് ചെല്ലാൻ അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ടുപോവാൻ അവനെ പൂട്ടിയിട്ടിരിക്കുന്നത് MLA യുടെ തറവാട്ടിലൊന്നുമല്ല. അവൻ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. കുട്ടി ആശുപത്രിയിലാണ്. അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് നല്ല ഇടിയും കൊടുത്ത് ലോക്കപ്പ് ചെയ്തിരിക്കുകയാണ്. കേസ് ചാർജ് ചെയ്ത ശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തെ ഇറക്കി കൊണ്ടുപോയാൽ മതി. പോണം. MLA ക്ക് വരാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ വിട്ടത്. ചിലപ്പോൾ പോലീസ് മന്ത്രി ഉടനെ വിളിച്ചെന്നിരിക്കും. വിളിക്കട്ടെ, ഞാനിപ്പോ പറയേണ്ട വിധത്തിൽ പറഞ്ഞോളാം. നിങ്ങളെപ്പോലുള്ള ധിക്കാരികളായ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതിന്റെ കുഴപ്പം ഇതൊക്കെ. വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയല്ലേ സാറേ. ഞങ്ങളെ ഭരണകക്ഷി MLA യുടെ ആളുകളാ. ഓ, ഭരണകക്ഷിയുടെ ആളുകളാണോ? പ്രതിപക്ഷ MLA യുടെ ആളുകളാണെന്നാണ് ഞാൻ കരുതിയത്. ഐ എം സോറി. പറ. നിങ്ങൾ ഭരണകക്ഷിയുടെ ആളുകളാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഭരണകക്ഷിയുടെ ലോക്കപ്പ് എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. കേറ്. ഞാനിവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. എന്റെ മണ്ഡലം ഭരിച്ച് പോലീസിനെ കയറി ഭരിക്കാൻ വേണ്ടിയിരിക്കണോ? ഇന്ന് ഞങ്ങൾ എടുത്തോളാം. ഞാൻ പറയാൻ ഇവന്മാർക്ക് പച്ചവെള്ളം കൊടുത്തു വരുത്. ശരി സർ. ആ, എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നത്? ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ ലോക്കപ്പിൽ അടയ്ക്കുക. ഈ രാജ്യത്ത് എവിടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നായി കേട്ടിട്ടുണ്ടോ? അങ്ങ് ചൂടാകരുത്. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും രക്ഷിക്കാനും ജാമ്യത്തിൽ ഇറക്കാനും ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികൾ പെരുകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഹീനന്മാരെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ തട്ടി അകത്താക്കാൻ തുടങ്ങിയാൽ കുറ്റകൃത്യങ്ങൾ താനെ കുറഞ്ഞുകൊള്ളൂ. ഇതെന്റെ വക ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആരെയൊക്കെയാണ് നീ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവരൊക്കെ ഭരണകക്ഷിയിലെ വലിയ നേതാക്കന്മാരാണ്. പോലീസ് സ്റ്റേഷനിൽ ഭരണകക്ഷിയും പ്രതിപക്ഷമൊന്നുമില്ല. പോലീസിനെ വിരട്ടാൻ വരുന്നവൻ ആരായാലും പിടിച്ചകത്തിടുകയും ചെയ്യും, ഇടിയും കൊടുക്കും. സ്റ്റേഷനിൽ കയറിയുള്ള ഇവന്റെയൊക്കെ ഭരണം അവസാനിപ്പിക്കാൻ ഈ ഒരു മരുന്നേ ഉള്ളൂ. ഇത് കുറെ ചെല്ലട്ടെ. വെറുതെ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. ഇന്ന് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പക്ഷെ ജീവപര്യന്തക്കാരനിട്ട് ഇവരെന്തോ ചെയ്യും? സ്ഥലം മാറ്റുമോ? അതോ പിരിച്ചുവിടുമോ? എന്നെ പോലെ 10 ജീവപര്യന്തക്കാരെ ഇറക്കി വിടാമോ? രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷന്റെ 5 അയലത്ത് പോലും വരില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി കൈത്തരാം. നീ തൽക്കാലം കുളിപ്പിക്കാനൊന്നും പോകണ്ട. അവരെ തുറന്നുവിടെ. വിടില്ല. ഇത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓർഡറാണ്. സിറ്റിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അത് ധിക്കരിക്കുന്നു. ആക്ഷൻ എടുത്തോളൂ. എന്റെ പേരിൽ എന്ത് ആക്ഷൻ എടുക്കും പറയണം. ചേടാ, ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയല്ലോ. വെറും 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു നീചനെ ഇറക്കിക്കൊണ്ടുപോകാനാണ് ഇവിടുത്തെ നേതാക്കന്മാർ വന്നിരിക്കുന്നത്. അവന്റെയൊക്കെ തലയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് വേണ്ടത്. അത് ഞാൻ ചെയ്തില്ല. അതിനെനിക്ക് നന്ദി പറയട്ടെ. ഒരു കാര്യം നീ മറന്നു. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയല്ല, നിന്റെ ജ്യേഷ്ഠനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ ക്ഷമിക്കൂ, ഞാനത് മറന്നു. പോലീസ് സ്റ്റേഷൻ. ജയമോഹൻ സ്പീക്കിംഗ്. യെസ് സർ. ആ ജാമ്യക്കാരെ ഇറക്കി വിട്ടേക്കൂ. മറ്റവനെ വിടണ്ട. അവൻ കോടതി ചെന്നിട്ട് ഇറങ്ങിയാൽ മതി. ശരി സർ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇത് മരിക്കുന്നതിന് മുമ്പ് ജയമോഹൻ എഴുതിയിട്ടുള്ളതാണ്. നമ്പർ 17. ഇത് ഏതെങ്കിലും വാഹനത്തിന്റെ നമ്പർ ആയിരിക്കുമെന്നാണ് എന്റെ സംശയം. ജയമോഹൻ ഇടിച്ചു വീഴ്ത്തിയിട്ടുള്ളത് ഈ വാഹനമായിരിക്കണം. കറക്റ്റ്. നമ്പർ 17. അപ്പോ മുത്തശ്ശനെ മറന്നു. ഡാഡി, ആന്റി എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഇവിടെ 3 ഐസ്ക്രീം തിന്നു മുട്ടിച്ച. നീ എത്ര ഐസ്ക്രീം തിന്നു? 4. ആ, മിടുക്കൻ. അപ്പോ
യാത്രയൊക്കെ രസമായിരുന്നല്ലേ? എന്തിനാ അന്വേഷിക്കുന്നത്? ജയേട്ടനെ കൂടി വിളിച്ചിട്ട് വന്നോ? വെക്കേഷൻ കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായാലും ഈ സമയത്ത് കുട്ടികൾ കൂടെ വന്നത് നന്നായി. ലയൻസി മേനന്റെ ബംഗ്ലാവിൽ ന്യൂ ഇയർ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കോൺഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. വത്സലയും കുട്ടികളും പോണം. ഞങ്ങൾ മാത്രമായിട്ടോ? ജയേട്ടൻ കൂടി വരണം. ഏയ്, ഞാൻ വരുന്നില്ല. ഡാഡി കൂടി വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. ഡാഡിക്ക് നമ്മുടെ കൂടെ വരാൻ ഇഷ്ടമില്ല ബാബു, അതുകൊണ്ടാ. നിനക്കൂടുന്ന് പോയിക്കൂടെ? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ജയേട്ടാ, വരാന്ന് പറയൂ. വരാം. നല്ല ഡാഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ലയൺസ് സ്ഥാപനങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ നിലയിലും സ്നേഹനിർഭരമായ നവവത്സരാശംസകൾ. ഒരു അത്യാഹിതത്തിൽ നിന്ന് ഈശ്വരാനുഗ്രഹത്താൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മിസ്റ്റർ ജയമോഹനും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു വത്സലയും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതം മുതലേ നല്ലൊരു ഗായകനെന്ന് പേര് കേട്ട മിസ്റ്റർ ജയമോഹനോട് ഈ നവവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിനും നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ഗാനം ആലപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഐ എം സോറി. മിസ്റ്റർ ജയമോഹൻ, മിസ്റ്റർ ജയമോഹൻ. ഇല്ല, നടന്നേ. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം മൂടുമ്പോൾ വീണ്ടും മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. കാറ്റും വയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. പാതിര കാറ്റും വയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. സ്വരരാഗ കന്യകയായി
കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. മംഗളം പാടുന്ന സംഗീതം നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം.